ചാബഹാർ തുറമുഖത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ ഭാരതം ഉപരോധിക്കപ്പെട്ട തുറമുഖങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ചർച്ചകൾ അമേരിക്കയുമായി തുടരുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. തുറമുഖത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. Waiver which was given by the American side, that waiver got over some time back. Post that, we have been in discussion with relevant stakeholders as to how to take this particular issue forward. On your question that it was attacked, yes, we have seen some reports in that regard, but we can also tell you that the terminal itself did not face any damage. ഐസനാണ് വിവരങ്ങൾ നൽകുക. ഐസന്, ചാബഹാർ തുറമുഖത്തിന് നേരെ ഇന്നലെ US-ന്റെ ആക്രമണം ഉണ്ടായല്ലോ. ഇപ്പോൾ ഈ ആക്രമണത്തെ ഭാരതം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിദേശകാര്യ വക്താവ് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? ഗൗതം, ഈ ആക്രമണം അത്ര ഗൗരവതരമായ ആഘാതങ്ങളൊന്നും തന്നെ പോർട്ടിനെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു വിശദീകരണമാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ സഹകരണത്തോടെ വികസിപ്പിച്ച പോർട്ടാണത്. ഭാരതത്തിൻ്റെ തന്ത്രപ്രധാനമായ ഭാരതവുമായുള്ള വാണിജ്യവുമായൊക്കെ ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തുന്ന ഒരു പോർട്ട് കൂടിയാണ്. മറ്റൊരു നിർണായക വിഷയം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് ഈ ഏപ്രിൽ 26-നാണ് ഈ പോർട്ടിൻ്റെ അംഗീകാരം സംബന്ധിച്ച്. അതായത് അംഗീകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറാൻ്റെ എല്ലാ പോർട്ടുകളിൽ നിന്നും എണ്ണ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ചാബഹാർ പോർട്ടിന് മാത്രം. അത്തരത്തിൽ ചാബഹാർ പോർട്ടിനുണ്ടായിരുന്ന ആ ഉപരോധം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഉപരോധത്തിൽ നിന്നുള്ള വെയ്വർ ഈ ഏപ്രിൽ 26-ന് അവസാനിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ ഉപരോധത്തിൻ്റെ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കൂടി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ആ പോർട്ടുമായി ബന്ധപ്പെട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആ ഉപരോധം കൂടി ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ രൺധീർ ജയ്സ്വാൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതം വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് തയ്യാറാക്കിയ പോർട്ട് തകരാതെ ഇരിക്കുക, അത് സുരക്ഷിതമായിരിക്കുക എന്നത് ഭാരതത്തിൻ്റെ കൂടി ആവശ്യമാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഗൗതം.